വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ്. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചെറുപയർ വെച്ചിട്ട് ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനാണ്. അപ്പോൾ ഞാൻ ചെറുപയർ കഴുകി വൃത്തിയാക്കി കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പിട്ടിട്ട്. പിന്നെ അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ആദ്യം കുറച്ച് കടുകിടാം. ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ വീത്തിൻ്റെ അതിൽ കടുകിട്ടു. കുറച്ച് വേപ്പില്ല, കടുക് പൊട്ടട്ടെ. പിന്നെ ചെറിയ ഉള്ളി, ചുവന്നുള്ളി ഒരു 10 പൊടിച്ച് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. അതിട്ട് വെളുത്തുള്ളി ഒരു 10 പൊടിച്ച് ചെറിയ പൊടികൾ, അത് കാരണം 10 എടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആവട്ടെ. ഇപ്പോൾ ചെറുപയർ കുക്കറിൽ വേവിക്കുമ്പോൾ അത് വെന്തുടയാനായിട്ട് പാടില്ല. അത് നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അരമുറിയുടെ പകുതി നാളികേരം ചെരുകി വെച്ചിട്ടുണ്ട്, അതിടണം. കുറച്ചുകൂടി ഉപ്പിടാം. നാളികേരം ഇതൊക്കെ ചേർത്തിട്ടുള്ളത് കാരണം. നാളികേരം ഒന്ന് മുരിഞ്ഞോട്ടെ. നമ്മൾ ചേർക്കേണ്ടത് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂൺ മുളക് പൊടി. നന്നായി മിക്സ് ആക്കാം. നമ്മൾ വേവിച്ച് വെച്ച ചെറുപയർ ഇതിലിടാം. കുറച്ച് വെള്ളത്തിൽ കുക്കറിൽ വേവിച്ചാൽ മതിയിട്ടാ ചെറുപയർ. അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. തലേ ദിവസം നമ്മൾ വെള്ളത്തിലിട്ടാൽ മതി ചെറുപയർ. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും കുക്കറിലിട്ടാൽ. അപ്പോൾ നമ്മുടെ ചെറുപയർ മെഴുക്ക് പുരട്ടി റെഡിയായി. അപ്പോൾ നമ്മുടെ ചെറുപയർ വെച്ചിട്ടുള്ള മെഴുക്ക് പുരട്ടി റെഡിയായി. ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയോളാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ബെല്ലൈക്കണിൽ ഓള് പ്രസ് ചെയ്താലേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസൊക്കെ ഒന്ന് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളത് പ്രത്യേകം അത് ശ്രദ്ധിച്ചോളാം. അതുപോലെ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.